ഹാപ്പി ലേണേഴ്സ് ക്ലാസ് റൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ വീഡിയോസ് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നമ്മൾ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ലെസണായ സ്ക്വയേഴ്സ് എന്ന പാഠഭാഗത്തിലെ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നു. സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ വർഗ്ഗസംഖ്യകൾ അല്ലെങ്കിൽ സമചതുര സംഖ്യകൾ എന്ന് പറയും. ആവർത്തന ഗുണിതാണ് അതിൻ്റെ ബേസ്. അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം, അതിനെയാണ് നമ്മൾ വർഗ്ഗസംഖ്യ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്ന് പറയുക, സ്ക്വയർ നമ്പർ എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 × 10 100 അല്ലേ. അപ്പോൾ ഈ 100 എന്ന സംഖ്യ ഒരു സ്ക്വയർ നമ്പറാണ്. 2 × 2 4 4 എന്ന സംഖ്യ ഒരു സ്ക്വയർ നമ്പറാണ്. ഈ 10ൻ്റെ സ്ക്വയറാണ് 100 എങ്കിൽ 100ൻ്റെ സ്ക്വയർ റൂട്ടാണ് 10, അല്ലെങ്കിൽ 10ൻ്റെ വർഗ്ഗമാണ് 100 എങ്കിൽ 100ൻ്റെ വർഗ്ഗമൂലമാണ് 10 എന്ന് പറയാം. അതൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സംഖ്യ 2.3 ഒരു ഡെസിമൽ സംഖ്യയാണ്. ഒരു ദശാംശ സംഖ്യയുടെ സ്ക്വയർ എങ്ങനെ ആക്കാറുള്ളത് നോക്കാം. അല്ലേ, പെട്ടെന്ന് നമുക്കതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 മെത്തേഡാണ് ഈ പാഠഭാഗത്തിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നമ്മൾ ആദ്യത്തെ ടൈപ്സ് എന്നൊരു സംഭവമുണ്ട് മാത്സിൽ. പഴയ സിലബസ് പ്രകാരം പഠിച്ചവർക്ക് പെട്ടെന്ന് കിട്ടും. അതിങ്ങനെയാണ്: a + b² = a² + b² + 2a. അതായത് നമ്മൾ ഈ 2.3നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2.3 × 2 + 0.3 എന്ന് എഴുതും. അപ്പോൾ 2.3² = 2 + 0.3² ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമ്മൾ 2 എന്നും ബിയുടെ സ്ഥാനത്ത് 0.3 എന്നും കണക്കാക്കുകയാണെങ്കിൽ 2² + 0.3² + 2 × 2 × 0.3 എന്ന് എഴുതാം. ഓക്കെ, ഇനി എളുപ്പമാണ്. 2² ആൻസർ 4. 2 × 2 4. ഈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്നാണ് അർത്ഥം. 2 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് ⁻² എന്നതിൻ്റെ അർത്ഥം. ഈ 0.3 എന്നുള്ളത് എന്തായിരിക്കും? 0.3 × 0.3. അപ്പോൾ 0.09 + 2 × 2 4 × 1.2 എന്ന് കിട്ടും. നമുക്കിതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 4 + 0.09 പ്ലേസ് വാല്യൂ കറക്റ്റാക്കാൻ നമുക്ക് 0 ചേർക്കാം + 1.20 925 5.29 എന്നാണ് ആൻസർ. അതായത് 2.3² ആൻസർ 5.29. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി വേറൊന്ന്, നമ്മൾ ഈ സ്ക്വയർ വരച്ചിട്ട് അതിൽ എങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, സമചതുര സംഖ്യ കണ്ടുപിടിക്കാനാണ്. ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സംഖ്യകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. 2 0.3 2 0.3. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 2² 2 × 0.3 then 2 × 0.3 then 2 × 0.3 × 0.3. അപ്പോൾ 0.3². ഇതെല്ലാം കൂടി നമ്മൾ എടുത്തെഴുതുമ്പോൾ 2² + 2 തവണ 2 × 0.3 വേണം. അപ്പോൾ 2 × 2 × 0.3. വേണമെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ എഴുതാം ഇങ്ങനെ +0.3². നേരത്തെ അതേപോലെ തന്നെയായി 2² 4 2 × 2 × 0.3 ആൻസർ എത്ര വരിക? 1.2
പ്ലസ് 0.0. ഓക്കെ, എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 5. ഈ രണ്ട് മെത്തേഡും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.